കോൺഫിഡന്റ് ഗ്രൂപ്പ് ദുബായിൽ സംഘടിപ്പിച്ച മെഗാ പാർട്ടിയും ഫണ്ട് ശേഖരണവും IT വകുപ്പിന്റെ അന്വേഷണ പരിധിയിൽ. പ്രമുഖ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. കർണാടക രാഷ്ട്രീയത്തിലെ പ്രമുഖനും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ശരത്ലാൽ നൽകുന്നു കൂടുതൽ വിശദാംശങ്ങൾ. ശരത്ലാൽ, ഈ റോയിയുടെ വിയോഗത്തിന് പിന്നാലെ വളരെ ഞെട്ടിക്കുന്ന മരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിന് പിന്നാലെ കൂടുതൽ സംശയങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും ഒക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താണ് ഈ പുതുതായി പുറത്തു വരുന്ന വിവരം? ഈ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അദ്ദേഹം ഗൾഫിൽ നടത്തിയ മെഗാ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ IT വകുപ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. കാരണം ഇത് റോയിയെ സമ്മർദ്ദത്തിലാക്കി കാണാമെന്നാണ് ഉയർന്ന ഒരു IT ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, മെഗാ പാർട്ടിയിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വൻ തോക്കുകൾ പങ്കെടുത്തിരുന്നു, സിനിമാ താരങ്ങൾ പങ്കെടുത്തിരുന്നു, രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇത് തങ്ങളുടെ പുതിയ പ്രൊജക്ടുകളുടെ ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഗൾഫിൽ ഇത്തരം ഒരു പാർട്ടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പണം എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് ആദായ വകുപ്പ് റോയിയോട് ചോദിച്ചത് എന്നാണ് ഇപ്പോൾ ആദായ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സമ്മർദ്ദത്തിലാക്കിയാക്കാം എന്നതാണ് ഇപ്പോൾ ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കാരണം റോയിയെ സംബന്ധിച്ചിടത്തോളം റോയി ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ പണം എടുത്തിട്ടില്ല. പണമൊക്കെ ഗൾഫിൽ നിന്നും വ്യക്തികളിൽ നിന്നുള്ള ധനസമാഹരണമാണ്, ജോയിന്റ് വെഞ്ചർ പ്രൊജക്ടുകളിലാണ് ഇത്തരം പണം ഒഴുകിയത്. ഇത് സംബന്ധിച്ച കണക്കുകളാണ് IT വകുപ്പ് ചോദിച്ചതെന്നും ഈ ചോദ്യങ്ങൾക്ക് നേരത്തെ തന്നെ IT വകുപ്പിന്റെ ചോദ്യങ്ങൾ തടയാൻ റോയി ശ്രമിച്ചിരുന്നുവെന്നാണ് ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം നിരവധി തവണ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചു. ഈ സ്റ്റേ ഒക്കെ മറികടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടാണ് ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിന് തുടർന്നാണ് ഇപ്പോൾ ചോദ്യങ്ങളുമായിട്ട് IT വകുപ്പ് റോയിയുടെ ആസ്ഥാനത്ത് എത്തിയത് എന്നാണ് IT-യുടെ ഉന്നത ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നത്. എന്നാലും അവിടെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്തുകൊണ്ടാണ് കൊച്ചിയിലെ ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനത്തെ കൊച്ചിയിലുള്ള IT ഉദ്യോഗസ്ഥരെ കൊണ്ട് റെയ്ഡ് ചെയ്യിപ്പിച്ചത് എന്നൊരു പ്രത്യേകത ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡൽഹിയിലോ പോലുള്ള സ്ഥലത്തുള്ള IT ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചില്ല, എന്തുകൊണ്ട് കൊച്ചിയിലെ IT ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ആദായ വകുപ്പിന്റെ അടുത്ത് ഇതുവരെ ഉത്തരമില്ല. ഇത് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ആദായ വകുപ്പിന്റെ അടുത്തില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന ആദായ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സ്ഥാനം ഈ ദുബായിലെ മെഗാ പാർട്ടി, ഗൾഫിലെ മെഗാ പാർട്ടിയും അതിലുള്ള രാഷ്ട്രീയ നേതാക്കളും താരങ്ങളും അവരുടെ ഫണ്ട് ഈ പ്രൊജക്ടുകളിലേക്ക് ഒഴുകിയോ എന്നത് സംബന്ധിച്ച ചോദ്യശരങ്ങളാണ് ഈ റോയിക്ക് മുമ്പിൽ IT വകുപ്പ് വെച്ചതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏതായാലും ദുർഭാഗ്യപരമായ അല്ലെങ്കിൽ ദാരുണമായ ഒരു മരണമാണ് എന്ന് IT വകുപ്പ് സമ്മതിക്കുന്നു. IT വകുപ്പ് ഒരിക്കലും ഇത്തരം നടപടിയിലേക്ക്. ഏതായാലും കോൺഫിഡന്റ് ഗ്രൂപ്പ് ദുബായിൽ സംഘടിപ്പിച്ച മെഗാ പാർട്ടി, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വന്നിരുന്നെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ശരത്ലാലാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.